പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വദേശ് മെഗാ ക്വിസിന് വേണ്ടിയിട്ടുള്ള 4ാമത്തെ വീഡിയോ ആണ്. ഗാന്ധിജി, നെഹ്റു, സ്വാതന്ത്ര്യ സമര ചരിത്രം, ആനുകാലികം എന്നതാണ് ഇതിൻ്റെ സിലബസ്. മക്കളെ, നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും 5-7 ക്ലാസ്സുകളിലെ സയൻസ്, സോഷ്യൽ, ഹിന്ദി എന്നീ വിഷയങ്ങളൊക്കെ നൽകുന്നുണ്ട്. കൂടാതെ ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം LSS, USS പഠന ക്ലാസ്സുകളൊക്കെ നൽകുന്നതാണ്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. 2023 അന്തരിച്ച ആദ്യ സുപ്രീം കോടതി ജഡ്ജി ആര്? ഫാത്തിമ ബീവി. 2024 കോപ്പ അമേരിക്ക ജേതാക്കൾ ആര്? അർജന്റീന. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലക്. ഗാന്ധി ഇൻ ചമ്പാരൻ എന്ന കൃതി രചിച്ച ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന വ്യക്തി ആര്? രാജേന്ദ്ര പ്രസാദ്. കുട്ടിക്കാലത്ത് ഗാന്ധിജിയെ സ്വാധീനിച്ച 2 നാടകങ്ങൾ ഏതൊക്കെയാണ്? രാജാ ഹരിചന്ദ്ര, ശ്രാവണ പിതൃ ഭക്തി. ബ്രിട്ടീഷ് പാർലമെന്റ് അംഗത്വം നേടിയ ആദ്യ ഇന്ത്യക്കാരനാര്? ദാദാഭായ് നവറോജി. മലബാർ കലാപം നടന്നതെന്ന്? 1921. മലബാർ കലാപത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷുകാർ നടത്തിയ ക്രൂരമായ സംഭവം ഏത്? വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡിയുടെ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരൂർ, മലപ്പുറം ജില്ല. വാഗൺ ട്രാജഡി സ്മാരകത്തിൻ്റെ പേരെന്ത്? വാഗൺ ട്രാജഡി സ്മാരക ടൗൺ ഹാൾ. മലബാർ കലാപം പ്രമേയമാക്കി കുമാരനാശാൻ രചിച്ച കവിത ഏത്? ദുരവസ്ഥ. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിനർത്ഥം എന്ത്? ഇന്ത്യ വിടുക. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആഗസ്റ്റ് 9. മഹാത്മാഗാന്ധി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ല. ഇന്ത്യ ഭരിച്ച അവസാനത്തെ മുഗൾ ഭരണാധികാരി ആര്? ബഹദൂർ ഷാ സഫർ. ബഹദൂർ ഷാ രണ്ടാമൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര്? ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആര്? WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ഇന്ത്യക്കാരിയായ വനിതാ പ്രസിഡന്റ് ആര്? സരോജിനി നായിഡു. തുണിയില്ലാതെ നഗ്നരായി കഴിയേണ്ടി വന്നാലും ഞങ്ങൾ വിദേശ വസ്ത്രം ശരീരം കൊണ്ട് സ്പർശിക്കില്ല എന്ന് ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിൽ ഏത് മൈതാനത്തിൽ വെച്ചാണ് 10,000 പ്രതിജ്ഞയെടുത്തത്? ചതോർ ഷിംഗെ മൈതാനം. നമ്മുടെ ദേശീയ ഗാനം ഏതാണ്? ജനഗണമന. നമ്മുടെ ദേശീയ ഗീതം ഏത്? വന്ദേ മാതരം. വന്ദേ മാതരം എഴുതിയതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം ഏത് നോവലിൽ നിന്നും എടുത്തതാണ്? ആനന്ദമഠം. സാരേ ജഹാം സേ അച്ഛ എന്ന പ്രസിദ്ധമായ ഗാനത്തിൻ്റെ രചയിതാവ് ആര്? മുഹമ്മദ് ഇക്ബാൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാര്? ജവഹർലാൽ നെഹ്റു. മറാത്ത സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലക്. മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയതാരാണ്? കെ മാധവൻ നായർ. മൈസൂർ കടുവ എന്നറിയപ്പെടുന്നത് ആരാണ്? ടിപ്പു സുൽത്താൻ. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്നത് ആരാണ്? ബിപിൻ ചന്ദ്ര പാൽ. മിതവാദികളുടെ നേതാവ് എന്നറിയപ്പെടുന്നത്? ഗോപാലകൃഷ്ണ ഗോഖലെ. തീവ്രവാദികളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലക്. മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏത്? എഴുത്തച്ഛൻ പുരസ്കാരം. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? SK വസന്തൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏത്? ജ്ഞാനപീഠം. ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? G ശങ്കരക്കുറുപ്പ്.
സഞ്ചരിക്കുന്ന ലൈബ്രറി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഭഗത് സിംഗിനെ. ഗാന്ധിജി വധിക്കപ്പെട്ടതെന്ന്? 1948 ജനുവരി 30. ഗാന്ധിജിയുടെ സമരായുധം എന്താണ്? സത്യാഗ്രഹം. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലക്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം ഏത്? ദക്ഷിണാഫ്രിക്ക. Please like and subscribe.